അബാർദ് 14-ാം വയസ്സിൽ തുടങ്ങിയ സത്യ അന്വേഷണം ഒടുവിൽ 60-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തി. സംഭവം പറയാം. ആള് അമേരിക്കക്കാരനാണ്. ജൂതമതത്തിലാണ് പിറന്നത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ ചുറ്റുമുള്ള എല്ലാ സംഭവങ്ങളെക്കുറിച്ചും അറിയാനും അന്വേഷിക്കാനുമുള്ള ഒരു ആർത്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 13-ാമത്തെ വയസ്സിൽ 13-ാം ജന്മദിനത്തിൽ തൻ്റെ മാതാപിതാക്കള് അദ്ദേഹത്തിന് ഒരു ഓപ്ഷണൽ ഓഫർ നൽകുകയാണ്. വേണമെങ്കിൽ നിനക്ക് അവരുടെ വിശുദ്ധ നഗരമാണല്ലോ ഇസ്രായേൽ, അവിടേക്ക് സന്ദർശനം നടത്താം, അല്ലെങ്കിൽ കൂട്ടുകാരുമൊത്ത് ഒരു വലിയ പാർട്ടി നടത്താം. വിശ്വാസത്തിന്റെ ഭാഗമായി അനവധി പേര് ഇസ്രായേലിലേക്ക് പോവൽ പതിവുള്ള ഒരു സമയം കൂടിയായിരുന്നു അത്. എന്നാൽ അദ്ദേഹം പറയുകയാണ്, അൽഹംദുലില്ലാ, ഞാൻ ആ ഇസ്രായേലിലേക്ക് പോകുന്നത് തിരഞ്ഞെടുക്കാതെ ഞാൻ എൻ്റെ കൂട്ടുകാരോടുമായി ഒന്നിച്ച് ആഘോഷിക്കുന്ന ആ ഓഫറാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച അള്ളാഹുവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി 3 വർഷം അദ്ദേഹം ക്രിസ്ത്യൻ മഠത്തിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. സത്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ആണ് അതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു ഇന്ത്യക്കാരൻ്റെ അഭിപ്രായം സ്വീകരിച്ച് ധ്യാനത്തിൽ ഇരുന്നു കൊണ്ടും ദൈവസത്യം മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്തോ ഒന്ന് എന്നിൽ ഇനിയും ശരിയല്ല എന്ന് മന്ത്രിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം മകൻ ഒരിക്കൽ ബൈബിളിലെയും തോറയിലെയും എല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കാൻ ആവശ്യപ്പെട്ടത്. അദ്ദേഹം പറയുകയാണ്, മുഹമ്മദ് എന്ന പദം കണ്ട മാത്രയിൽ എന്തോ അതിശക്തമായ ഒന്ന് എനിക്ക് പിടിപെടുന്ന പോലെ അനുഭവപ്പെട്ടു. ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു. സമാധാനപരമായ മതം ഇസ്ലാമാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിൽ ഉണ്ടായി. ഷഹാദത്ത് കലിമ ചെല്ലുന്ന സമയത്ത് വളരെ ഉന്മേഷവും പുതുമയും നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ലോക ജനതക്ക് അദ്ദേഹം തരുന്ന സന്ദേശം ഇതാണ്: നമ്മുടെ ഹൃദയം ഇങ്ങനെ മിടിക്കുന്നത് അള്ളാഹു കാരണമാണ്. ആരാധനക്കർഹൻ അവൻ മാത്രമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ തിരുദൂതരാണ്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ എല്ലാവരും ശ്രമിക്കണം. വാർത്താ മാധ്യമങ്ങളിൽ കാണുന്നതല്ല യഥാർത്ഥ ഇസ്ലാം. പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ സത്യം ബോധ്യപ്പെടും. സാൻഫോ പാസ് ആയിരുന്ന അദ്ദേഹം ഇപ്പോൾ അബൂ മുജാഹിദാണ്.